ഹൈ ട്രേഡേഴ്സ്, നമ്മൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു എൻട്രി പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റോറി വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് TP ഹിറ്റ് ചെയ്തപ്പോഴും അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അതുപോലെ തന്നെ 3rd TP ഹിറ്റ് ചെയ്തപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ആയേക്കാം. കാരണം നമ്മൾ SMCയുടെ ക്ലാസ് ഇപ്പോൾ ഓൾറെഡി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു SMC ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ആ ട്രേഡ് എടുത്തതെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ ഇതുപോലത്തെ അടിപൊളി സ്ട്രാറ്റജീസ്, ട്രേഡിങ്ങിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കിട്ടില്ല സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ അടിച്ചുകൊണ്ട് വെച്ചോ. വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ ഒരു ട്രേഡായിരുന്നു ഞാൻ ഇന്നലെ നിങ്ങൾക്ക് സ്റ്റോറി ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ടായത്. അതെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഞാനിവിടെ എൻട്രി എടുക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായത്. അതിനുശേഷം മാർക്കറ്റിനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്ക് വന്നിട്ട് അടിച്ചിട്ടുണ്ട്, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്തായാലും ജസ്റ്റ് ഇതൊക്കെ ഒന്നട് ക്ലിയർ ചെയ്തേക്കാം. അപ്പോൾ കുറച്ച് നീറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ഇവിടെ 2 എൻട്രീസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു പോയിന്റ് എൻട്രി ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഇവിടുന്ന് മേളിലേക്ക് ഒരു എൻട്രി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 എൻട്രീസ് ആണ് ഇന്ന് മെയിൻലി ഞാൻ പറയാൻ പോണത്. ജസ്റ്റ് ഞാൻ ഒന്ന് ചാർട്ട് ബാക്ക് അടിച്ചൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് തന്നെ ഈ ഒരു ഏരിയയിലെ ഓർഡർ ബ്ലോക്കാണ് നേരത്തെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ SMCയുടെ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഓർഡർ ബ്ലോക്ക് അവിടെ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് ഞാനൊന്ന് എക്സ്റ്റെൻഡും കൂടി ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാർക്കറ്റിന് പിന്നെ സംഭവിച്ച മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇതുപോലെ മേളിലേക്ക് പോയി. ഓക്കെ, ഈ ഒരു പോയിന്റ് ഞാൻ കുറച്ചും കൂടി ബാക്ക്വേർഡ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതേനാ ഇവിടെ വെച്ചിട്ട് ഒരു മാർക്കറ്റ് റിവേഴ്സലാണ് ഇവിടെ സംഭവിച്ചേക്കണത്. അതെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് ഇംബാലൻസ് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കാണാട്ടോ. അതേനാ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു വിക്കും തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാർക്കറ്റ് ഇംബാലൻസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ്സിലാണ് ഞാനിവിടെ എടുത്തിടുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചെറുതിലേക്ക് പോയി, ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിനെ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഈ ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ ഞാനൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇതേ ഒരു താഴേക്കൊരു ഡം ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അവിടെ ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായത്. നമുക്ക് തിരിച്ച് 5 മിനിറ്റ്സിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ ഓക്കെ, ഇവിടെ ഒരു ഇംബാലൻസ് വന്നുകൊണ്ട് തന്നെ ഇവിടുന്ന് മാർക്കറ്റ് റിട്ടേൺ വന്നിട്ട് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു. അതിനുമുമ്പ് പിന്നെ ഇവിടെ ഞാൻ എൻ്റെ ഒരു ഓർഡർ ബ്ലോക്കും കൂടി കറക്റ്റ് ഇവിടെ മേളിലെ ഓർഡർ ബ്ലോക്ക് കറക്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. വെയിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് റിട്ടേൺ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു ആ ഒരു എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ ഞാൻ വച്ചപ്പോൾ ഒരു ഷോർട്ട് പൊസിഷൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിന് കുറച്ച് മേളിലായിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ വച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ടാർഗറ്റ് വച്ചിട്ടുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലായിരുന്നു ഇതിൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായത്. നമുക്കൊന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാർക്കറ്റിൽ സംഭവിച്ച മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ ജസ്റ്റ് മിസ്സിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരെ നമ്മുടെ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. കാരണം പലർക്കും പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ട്. ഇതുപോലെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ പലരും എക്സിറ്റായി പോണ ഒരു ത്വര പലർക്കും ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ എക്സിറ്റൊന്നും ആയില്ല. പേഷ്യൻസോട് കൂടി ഈ ഒരു ലോസെങ്കിൽ ലോസ് ഓക്കെ എന്നും പറഞ്ഞിട്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി എന്താണ്. ഓക്കെ, ഇവിടം വരെ മാർക്കറ്റ് വന്നു, റിട്ടേൺ നേരെ താഴേക്ക് പോയിട്ട് നമ്മുടെ പ്രോഫിറ്റും കൊണ്ടുപോയിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൽ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുണ്ടായത്. പിന്നെ ഞാൻ അടുത്തതിൽ ഷെയർ ചെയ്ത ട്രേഡ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ട്രേഡ് ഒന്ന് ഡിലീറ്റ് ആക്കിയേക്കാം. പിന്നെ വന്നിട്ടുണ്ടായ ട്രേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ചെറുതായിട്ട് പ്ലേ ചെയ്ത് തരാം. ഓക്കെ, ഈ ഒരു പോയിന്റ് പിന്നെ വന്നത് ഇങ്ങനെയായിരുന്നു. മാർക്കറ്റ് ഇതുപോലെ താഴേക്ക് മാർക്കറ്റ് പോയതിനു ശേഷം ഇതുപോലത്തെ ഒരു അപ്വേർഡ്സ് മൂവ്മെൻറ്റിലേക്ക് പോകണ്ടായി. കാരണം എന്താ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി നോക്കാം. ഓവറായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നു വരും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മാർക്കറ്റ് ഇതുപോലെ താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതിന് മേളിലായിട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺഫേം ആയിരുന്നു. കാരണം എന്താ, ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു മാർക്കറ്റ് ഇംബാലൻസ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ഇംബാലൻസ് ആണ്. ചെറിയൊരു പോയിന്റാണ്, പക്ഷേ ഇതൊരു മാർക്കറ്റ് ഇംബാലൻസ് തന്നെയാണ്. ഇങ്ങനെ ഒരു പോയിന്റിൽ
കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ട്രേഡ് എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്, ഞാൻ നേരത്തെ പോലെ തന്നെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യണം. എവിടെയാണെങ്കിലും നമ്മൾ ഓർഡർ ബ്ലോക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെയായിട്ട് ഒരു ഓർഡർ ബ്ലോക്കും കൂടി ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചും കൂടി നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയായിരുന്നു നമുക്ക് ആ ട്രേഡ് പോയിട്ടുണ്ടായത്. അതിനുശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്തു ആൻഡ് മാർക്കറ്റ് ഇവിടേക്ക് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, ഈ ഒരു പോയിന്റിലല്ല, നമ്മൾ ഈ ഒരു പോയിന്റിലായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായത്. കാരണം ഞാനിത് പൊങ്ങിയ സമയത്ത് ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ വന്ന സമയത്ത് തന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ട് വേഗം ഒരു എൻട്രി അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ സ്റ്റോറിയിൽ കാണിച്ചിട്ടുണ്ടായ ട്രേഡ്. ആൻഡ് അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും ഞാൻ പ്രോപ്പറായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു സൈഡിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് ഈ ഒരു പോയിന്റ് ആയിരുന്നു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായത്. ഇത് തേർഡ് ടാർഗറ്റാണ്. ഇനി ഇത് എങ്ങനെയാണ് ഞാൻ റിഫൈൻമെൻറ്റ് ചെയ്തെടുത്തതെന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നീട്ടി ഇങ്ങനെ വരച്ചേക്കാം. പിന്നെ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ് ബോക്സ് എടുത്ത്, ഗ്യാങ് ബോക്സിൻ്റെ എൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഗ്യാങ് ബോക്സ് എടുത്തിട്ട് ഞാനിത് നമ്മുടെ എൻട്രി പോയിന്റ് മുതൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജില്ലേ ഇവിടെ ഈ ഒരു പോയിന്റ് വരെയാണ് ഗ്യാങ് ബോക്സ് വെച്ച് വരച്ചിട്ടുണ്ടായത്. എൻ്റെ സെറ്റിങ്സ് കാണുന്നുണ്ടെങ്കിൽ ഗ്യാങ് ബോക്സിൻ്റെ സെറ്റിങ്സ് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് 0 ആൻഡ് 0.5 ആൻഡ് 1 ഇത്രയാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. ബാക്കിയെല്ലാം ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഹാഫായിട്ട് നമുക്ക് ഒരു ലൈനായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ഈ ഒരു പോയിന്റിൽ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് നമ്മൾ പേരെടുത്തതാണ് TP1 എന്ന് പറഞ്ഞിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. അതിനുശേഷം പിന്നെ സെക്കൻഡ് ടാർഗറ്റ് വെച്ചേക്കുന്നത് ഈ ഒരു പോയിന്റിലായിരുന്നു. അപ്പോൾ നമുക്ക് അതിനും പേര് മാറ്റി കൊടുക്കാം, സെക്കൻഡ് ടാർഗറ്റ്. പിന്നുള്ളത് നമ്മുടെ തേർഡ് ടാർഗറ്റ് ആയിരുന്നു, അത് ഇവിടെ ആയിരുന്നു, അതിന് പേര് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇതുപോലത്തെ 3 ടാർഗറ്റ്സ് ആയിരുന്നു വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എൻട്രി സ്റ്റാർട്ടായല്ലോ. അപ്പോൾ എൻട്രിക്ക് ശേഷം മാർക്കറ്റ് ഇതുപോലെ തന്നെ മൂവ്മെൻറ്റ് വന്നു. അതിനുശേഷം നമ്മുടെ TP ഹിറ്റായി. ഈ TP ഹിറ്റായ സമയത്ത് നമ്മൾ ഇട്ട ട്രേഡിൻ്റെ 50% നമ്മൾ സെല്ല് ചെയ്തായിരുന്നു. 50 എന്ന് വെച്ചാൽ അപ്പോൾ 50% സെല്ല് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള 50% ആണ് പിന്നെ കളിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എനിക്കിവിടെ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാനിട്ട ക്യാപിറ്റലിൻ്റെ പകുതി എത്രയാണോ അത് ഇവിടെ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം 50 സെല്ല് ചെയ്തൊരു അതിനുശേഷം ഈ ഒരു സ്റ്റോപ്പ് ലോസിനെ ഞാൻ ചേഞ്ച് ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് പിന്നെ ഞാൻ ഈ ഒരു പോയിന്റിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു വന്ന് വിക്ക് അടിച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഞാൻ ഒരു 1 മിനിറ്റിലാണ് അത് നോക്കിയിട്ടുണ്ടായത് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് അത്യാവശ്യം കുഴപ്പമില്ല. കാരണം നമുക്ക് ഓൾറെഡി പ്രോഫിറ്റിൽ തന്നെ നിൽക്കുന്ന സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ തന്നെ ഇനി രണ്ടാമത് അടിച്ചാൽ തന്നെ ലാഭമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു പോയിന്റിലാണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിന് നമുക്കൊരു TP ആപ്പും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ പിന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ്. പിന്നെ ഇതായിരുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത എൻ്റെ 50% ക്യാപിറ്റൽ, നെക്സ്റ്റ് 50% ക്യാപിറ്റൽ എവിടം വരെയും പോകുന്നുള്ളത് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ പിന്നെ മാർക്കറ്റ് കുറച്ച് താഴേക്ക് വന്നു. നിങ്ങളുടെ ഒരു 5 മിനിറ്റ്സ് തന്നെ എടുത്തേക്കാം. ഓക്കെ, പിന്നെ ചെറിയ ഇതുപോലെ ലിക്വിഡിറ്റി ഒക്കെ കളിച്ച് അതിനുശേഷം പിന്നെ മാർക്കറ്റ് ഇതാ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റും കൂടി ഹിറ്റായിരുന്നു. ഈ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റായ ടൈമിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസിനെ കുറച്ചും കൂടി മൂവ്മെൻറ്റ് കൊടുത്തു. ഈ ഒരു പോയിന്റിലേക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, ഇത് ഹിറ്റായതിനു ശേഷം ഈ ഒരു പോയിന്റിലായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇതായിരുന്നു ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായത്. ഈ ഒരു ക്യാൻഡിലായിരുന്നു സപ്പോർട്ടായിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു TP ആപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അപ്പോൾ എന്താ സംഭവിക്കണം, ഇനിയിപ്പോൾ ഇത് റിട്ടേൺ വന്ന് താഴെ ഇവിടെ മുട്ടിയാൽ തന്നെ എനിക്ക് ഇത്രയും പ്രോഫിറ്റാണ്. ഇവിടുന്ന് ഇവിടം വരെ പ്രോഫിറ്റാണ്. ഓൾറെഡി നമ്മൾ ഈ ഒരു എൻട്രി മുതൽ ഇവിടം വരെ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് അടിച്ചു. അതുപോലെ ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും എനിക്ക് ഇത്രയും പോയിന്റും കൂടി. അപ്പോൾ ടോട്ടലി ഇവിടം മുതൽ ഇവിടം വരെ നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ സംഭവിച്ചൊന്നുമില്ല. നേരെ TP ഇവിടം വരെ വന്നിട്ട് റിട്ടേൺ പോയിട്ട് നമ്മുടെ TP3 പോയിട്ട് അടിച്ചു. അങ്ങനെ അവിടെ എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് SMC പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഇംബാലൻസ് എന്താണത്, ഈ ഒരു ഇംബാലൻസ് എന്താണെന്നും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന്. കാരണം ഇവിടെയും ഒരു ഇംബാലൻസ് നടന്നുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുത്ത് ഇവിടെ എക്സിറ്റായി പ്രോഫിറ്റ് ആകാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ട്രേഡ് എടുത്തുകൊണ്ട് ഇംബാലൻസ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്നൊരു ട്രേഡ് എടുത്ത് ഇവിടെ നമുക്ക് പോയിട്ട് എക്സിറ്റ് ആവാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണത്. ഇത് പഠിക്കാനായിട്ട് ജസ്റ്റ് എൻ്റെ പ്ലേലിസ്റ്റിൽ കയറിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി SMC പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുപോലത്തെ സ്ട്രാറ്റജീസ് ഇനിയും നമ്മുടെ ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, എൻ്റെ സപ്പോർട്ടോട് കൂടി ട്രേഡ് ഒക്കെ എടുത്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ സെക്കൻഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡിംഗ് കോഴ്സ് ഹാൻഡിൽ ചെയ്യണ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക്
നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും സബ്ബൊക്കെ ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ കിടിലം വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയത്.